Hello my dear students, welcome to Eagle Classes. Metrics and determinant chapter ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം, ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഏതൊരു എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ബോർഡ് എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അഡ്ജോയിന്റും ഇൻവേഴ്സും ഒരു ക്വസ്റ്റൻ എന്തായാലും വരും. സോ അഡ്ജോയിന്റും ഇൻവേഴ്സും നോർമലി നമ്മൾ പ്രത്യേകിച്ച് 3/3 കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമ്മൾ ആദ്യം മൈനസ് ചെയ്തും പിന്നെ അതിന്റെ കോഫാക്ടർ ചെയ്തും കോഫാക്ടറിനെ മൊത്തം ഒരു മെട്രിക്സ് ആക്കി ചെയ്തും ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കും. അങ്ങനെയാണ് നമുക്ക് അഡ്ജോയിന്റ് കിട്ടുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു അടിപൊളി ഷോർട്ട് കട്ട് ആണ് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, എന്തായാലും യൂസ്ഫുൾ ആവും. ഓക്കെ, സോ ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. സോ ഈ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഷോർട്ട് കട്ടിലൂടെ. സോ ആ ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഓക്കെ റൈറ്റ്. സോ ഈ ഒരു എലമെന്റ് ശ്രദ്ധിക്കുക, 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, ഈ ഒരു എലമെന്റ് ശ്രദ്ധിക്കുക, 3 എന്ന് പറഞ്ഞ എലമെന്റ്. ഓക്കെ, ഈ എലമെന്റ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, സോ 3 നെക്സ്റ്റ് അതിന്റെ പിന്നെ 2 ഈ ഒരു കോളം നോക്കി, ഈ ഒരു കോളം 3 2 0 3. ഓക്കെ, 3 എഴുതാ, അടുത്ത വാല്യൂ 2 എഴുതാ, പിന്നെ 0 എഴുതാം, വീണ്ടും 3 എത്തുന്ന രീതി സൈക്ലിക് ആയിട്ട് ഇവിടെ തിരിച്ചെത്തുന്ന രീതിയിൽ ഈ എലമെന്റ്സ് ഒക്കെ എഴുതാം. സോ 3 2 റോ ആയിട്ട് എഴുതട്ടോ, അവിടെ കോളം ആയിട്ടുള്ളത് റോ ആയിട്ട് എഴുതാം. നോക്ക്, 3 2 0 കഴിഞ്ഞിട്ട് വീണ്ടും 3 തന്നെ, പിന്നെ ഏതാ 0 -1 0 0. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 പിന്നെ -1 പിന്നെ 0 പിന്നെ 0. ഓക്കെ, 0 -1 0 0. ഓക്കെ, സെക്കൻഡ് റോ കഴിഞ്ഞ് തേർഡ് റോ നോക്കിയോ, 3 5 1 3. ഓക്കെ, അപ്പൊ ആദ്യം ഈ കോളം പിന്നെ ഈ കോളം പിന്നെ ആട്ടോ ഈ കോളം വന്നത് 3 5 1 3. ഇനി ഏറ്റവും മേലുള്ള റോ കോപ്പി ചെയ്യുക, താഴെ പേസ്റ്റ് ചെയ്യുക. മീൻസ് ഈ റോ തന്നെ വീണ്ടും ഇവിടെ ചെയ്താൽ അങ്ങനെ നമുക്കൊരു 4/4 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 4/4 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്ക്, ഈ റോ നോക്കി, ഈ രണ്ട് റോ നോക്കിക്കേ, ഈ രണ്ട് റോന്ന് ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മൈനസ് ചെയ്യുക. ലൈക്ക് നമ്മൾ ഈ 4 വാല്യൂ മാത്രം വെച്ചിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും മൈനസ് ചെയ്യണം അല്ലേ. സോ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വന്ന് 3 × -1 -3 -3 -2 × 0 0. സോ -3 - 0 is equal to -3. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ചെയ്ത് ഇനി ഇത് ചെയ്യുക പിന്നെ ഇത് ചെയ്യാം. ഓക്കെ, അങ്ങനെ 3 എലമെന്റ് ഇവിടെ ചെയ്താൽ. ഓക്കെ, സോ 2 × 0 0 0, ഇതും 0, ഇപ്പോൾ 0 - 0 0 വന്ന്, പിന്നെയും 0 - 0 വീണ്ടും 0 വന്ന്, അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റോയിലേക്ക് പോവാം. ഇത് ഓക്കെ, സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ചെയ്യുക, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ. സോ 0 -3 വരും, സോ 3 വരും അല്ലേ. 0 -3, സോ 3. നെക്സ്റ്റ് 1 × -1 -1 -0 is equal to -1. കുറേ 0 ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പിന്നെ 0 - 0 വീണ്ടും അഗെയിൻ, സോ 0 തന്നെ വന്ന്. ഓക്കെ, നെക്സ്റ്റ് 3 × 2 6 6 -15 is equal to -9. then 0 - 2 is equal to -2. then again 3 - 0 is equal to 3. Okay, so ഇവിടെ ലാസ്റ്റ്ലി 3 - 0 is equal to 3. സോ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് ഇനി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതാണ് അഡ്ജോയിന്റ്. ഇപ്പൊ നമുക്ക് കിട്ടിയതാണ് അഡ്ജോയിന്റ്. മൈനറും കോഫാക്ടറും ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അഡ്ജോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പിന്നെ ഓൾറെഡി നമുക്കൊരു ഫോർമുല അറിയാം. A ഇൻവേഴ്സ് is equal to adjoint of A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഇതാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചിട്ട് അഡ്ജോയിന്റിലുള്ള എല്ലാ എലമെന്റിനെയും ഡിറ്റർമിനന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിറ്റർമിനന്റ് എ കിട്ടാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഓക്കെ, ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ വഴി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. കാരണം ഈ റോയിൽ ബാക്കി 2 എലമെന്റും 0 ആയതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ അല്ലേ, ഈ ഒരു ഡിറ്റർമിനന്റ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. സോ 1 × ഇവിടെ എന്താ ഉള്ളത്, -3 -0. സോ -3 തന്നെയാണ് ഇതിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, ഡിറ്റർമിനന്റ് എളുപ്പത്തിൽ കിട്ടാനുള്ള കാരണം ഈ 2 എലമെന്റും 0 ആയതുകൊണ്ടാണ്. സോ ഡിറ്റർമിനന്റ് -3 കിട്ടി. ഇനി -3 വെച്ച് ഇതിലുള്ള എല്ലാ എലമെന്റിനും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇൻവേഴ്സ് കിട്ടും. A ഇൻവേഴ്സ് is equal to -3/-3 1. ഓക്കെ, then 0 0, 3/-3 -1, then -1/3, 0/3 is 0, -9/-3 is 3, -2/-3 is 2/3, 3/-3 is -1. അങ്ങനെ നമുക്ക് ഇൻവേഴ്സും കിട്ടി. വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ നമ്മളൊരു മെട്രിക്സിന്റെ അഡ്ജോയിന്റും ഇൻവേഴ്സും കണ്ടുപിടിച്ച്. സോ ഇതേപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക.